സോ അപ്പോൾ എല്ലാ വശമാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതേപോലെ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാൻ പറ്റുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. എസ്എംഎം അഥവാ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് ബേസിക്കലി പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നാണോ എന്നുള്ളത്. ഒരിക്കലും അല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ തന്നെ ഒരു സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ തന്നെ ഇൻസ്റ്റഗ്രാം ആഡ്സ് വരുന്നുണ്ട്, ഫേസ്ബുക്ക് ആഡ്സ് വരുന്നുണ്ട്, ലിങ്ക്ഡിൻ ആഡ്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഫീൽഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് ഞാൻ പറയുക. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സുകൾ തന്നെയാണ്. അതായത് യൂട്യൂബിലും അതേപോലെ തന്നെ ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. പെയ്ഡ് ആയിട്ടും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കോഴ്സസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ നല്ലൊരു റിസോഴ്സസ് ആണ്. പക്ഷെ നിങ്ങൾ യൂട്യൂബ് പോയി പഠിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇപ്പോൾ നിങ്ങൾ ഇതിലോട്ട് സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെയ്ഡ് കോഴ്സ് ചൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും പോയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ പോയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എല്ലാ സംഭവവും പോയിട്ട് പഠിക്കരുത്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് മാസ്റ്റർ ചെയ്യുക. അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാം ആഡ്സ്, അതേപോലെ തന്നെ ലിങ്ക്ഡിൻ ആഡ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കി വെക്കുക. അതേപോലെ ഏതെങ്കിലും ഒരു സംഭവം മാസ്റ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാം കൂടി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ നോക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലോഗ്സും അതേപോലെ തന്നെ പോഡ്കാസ്റ്റുകളാണ്. അതായത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലെ ഓരോ എലമെന്റ്സിനെയും കുറിച്ചിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചു നോക്കുക. പിന്നെ യൂട്യൂബിൽ ഒരുപാട് പോഡ്കാസ്റ്റുകൾ അവൈലബിൾ ആണ്. നല്ല നല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റേഴ്സിന്റെ പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാരി വിയുടെ പോഡ്കാസ്റ്റുകളൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് വിത്ത് അതർ പീപ്പിൾ. അതായത് നിങ്ങളുടെ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുമായിട്ട് ഒരു കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആൻഡ് ഫൈനലി നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കണം, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ ക്ലയന്റിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങളുടെ ഫീൽഡിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസീസോ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടൊരു കോൺടാക്ട് ബിൽഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കോണ്ടന്റ്സിനായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ്, ഒരുപാട് ഫ്രീ ടൂൾസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.